ബഹിരാകാശ പേടകങ്ങളെ സംരക്ഷിക്കുന്നതിനും ബഹിരാകാശത്തെ ഭീഷണികളെ ചെറുക്കുന്നതിനുമായി അംഗരക്ഷക ഉപഗ്രഹങ്ങൾ വിന്യസിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ദേശീയ സുരക്ഷയ്ക്ക് വർദ്ധിച്ചു വരുന്ന അപകട സാധ്യതകൾ ഉയർത്തിക്കാട്ടുന്ന ഭ്രമണപഥത്തിലെ ഏറ്റുമുട്ടലിനെ തുടർന്ന് സാധ്യതയുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഉപഗ്രഹങ്ങളെ സംരക്ഷിക്കാനുള്ള കഴിവ് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പദ്ധതി ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. 2024 മധ്യത്തിൽ ഒരു അയൽ രാജ്യത്തിൻ്റെ ഉപഗ്രഹം ISROയുടെ ഒരു ഉപഗ്രഹത്തിൻ്റെ 1 കിലോമീറ്ററിനുള്ളിൽ കടന്നുപോയ ഒരു സംഭവത്തെ ബ്ലൂംബർഗ് റിപ്പോർട്ട് ഉദ്ധരിച്ചു. ഇന്ത്യൻ ഉപഗ്രഹം 500 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചിരുന്നത്. കൂട്ടിയിടി നടന്നില്ലെങ്കിലും അസാധാരണമാംവിധം അയൽ രാജ്യത്തിൻ്റെ ഉപഗ്രഹം ഇന്ത്യയുടെ ഉപഗ്രഹത്തിൻ്റെ അടുത്തെത്തിയത് ഒരുപക്ഷെ മനഃപൂർവ്വമായിരിക്കാം. ഒരുപക്ഷെ മറ്റു രാജ്യത്തിൻ്റെ കഴിവ് പ്രകടിപ്പിക്കലായിരിക്കാം അതിന് കാരണമെന്ന് സ്രോതസ്സുകൾ സൂചിപ്പിച്ചു. ഭൂതല വസ്തുക്കളുടെ മാപ്പിംഗ്, നിരീക്ഷണം എന്നിവയുൾപ്പെടെയുള്ള സാധ്യതയുള്ള സൈനിക ആപ്ലിക്കേഷനുകൾ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ട ഇന്ത്യൻ ഉപഗ്രഹം ഇത്തരം തന്ത്രപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതിനാൽ ആ അയൽ രാജ്യത്തിൻ്റെ ഉപഗ്രഹത്തിൻ്റെ സാമീപ്യം ഭയാനകമായി കണക്കാക്കപ്പെട്ടു. ഇപ്പോൾ ഇന്ത്യയുടെ അംഗരക്ഷക ഉപഗ്രഹ പദ്ധതി എന്താണ്? ഈ സംഭവ വികാസങ്ങൾക്ക് മറുപടിയായി ഇന്ത്യയുടെ ബഹിരാകാശ പേടകത്തിനുണ്ടാകുന്ന ഭീഷണികൾ തിരിച്ചറിയാനും നിർവീര്യമാക്കാനും കഴിവുള്ള അംഗരക്ഷാ ഉപഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പരിപാടിക്ക് ഇന്ത്യൻ സർക്കാർ രൂപം നൽകുന്നതായി റിപ്പോർട്ടുണ്ട്. രാജ്യത്തിൻ്റെ പരിക്രമണ സുരക്ഷാ സ്രോതസ്സുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിശാലമായ ദേശീയ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ സംരംഭം. അടുത്ത വർഷം വിക്ഷേപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏകദേശം 50 നിരീക്ഷണ ഉപഗ്രഹങ്ങൾ വിന്യസിക്കുന്നതിനായി 270 ബില്യൺ രൂപയുടെ പദ്ധതി ഉദ്യോഗസ്ഥർ പിന്തുടരുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്, അതായത് ലിഡാർ ഉപഗ്രഹങ്ങളുടെ സാധ്യമായ ഉപയോഗം ഉൾപ്പെടെയുള്ള സാങ്കേതിക പരിഹാരങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനായി സർക്കാർ സ്വകാര്യ സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെടുന്നതായി പറയപ്പെടുന്നു. ഭ്രമണപഥത്തിലെ ഭീഷണികൾ വേഗത്തിൽ കണ്ടെത്തുന്നതിനും അത്തരം സംവിധാനങ്ങൾക്ക് കഴിയും. കൂടാതെ ബഹിരാകാശ പേടകങ്ങൾക്ക് എങ്ങനെ പ്രവർത്തിക്കാമെന്ന് നിർദ്ദേശിക്കാനും അപകടം ഒഴിവാക്കാനും ഭൂമിയിലുള്ള സാങ്കേതിക വിദഗ്ധർക്ക് മതിയായ സമയം നൽകുകയും ചെയ്യും. ഈ പരിക്രമണ ആസ്തികളെ, അതായത് ഉപഗ്രഹങ്ങളെ ഭൂതല റഡാറുകളുമായും ദൂരദർശിനികളുമായും സംയോജിപ്പിച്ച് കൂടുതൽ സമഗ്രമായ ഒരു സംരക്ഷണ ശൃംഖല രൂപപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ദർശനം. ഇന്ത്യ ബഹിരാകാശ സുരക്ഷാ പദ്ധതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബഹിരാകാശ പ്രവർത്തനങ്ങളിലെ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിയുകയാണ്. പ്രത്യേകിച്ച് എതിരാളികളായ രാജ്യങ്ങൾ ബഹിരാകാശത്തെ സൈനികവൽക്കരിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ-ഉക്രൈൻ യുദ്ധം ചില അവസരങ്ങളിൽ ഉപഗ്രഹ ആശയവിനിമയത്തിൻ്റെ ദുർബലത തുറന്നു കാട്ടിയിട്ടുണ്ട്. പല രാജ്യങ്ങളും ആ റിപ്പോർട്ടുകളെ ഗൗരവമായി എടുക്കുകയും അവരുടെ ബഹിരാകാശ ആസ്തികൾ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിൽ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള വളർന്നു വരുന്ന സഹകരണം അത്തരം സംഭവ വികാസങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് ആവശ്യപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ അംഗരക്ഷക ഉപഗ്രഹങ്ങൾ വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നതായുള്ള റിപ്പോർട്ട് വരുന്നത്. ചില കണക്കുകൾ കാണിക്കുന്നത് ഇന്ത്യയുടെ 100-ലധികം ഉപഗ്രഹങ്ങളുടെ ഫ്ലീറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാന് 8 ഉപഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ്. അതേസമയം ചൈനയ്ക്ക് 930-ലധികം ബഹിരാകാശ പേടകങ്ങളുടെ വിശാലവും വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു കൂട്ടമുണ്ട്. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി വിപുലമായ ബഹിരാകാശ ശേഷികൾ വികസിപ്പിക്കുന്നതിൽ കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിരീക്ഷകർ പറയുന്നു. 2024 ജൂണിൽ എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ന്യൂഡൽഹിയിൽ നടന്ന ഒരു സെമിനാറിൽ ചൈനയുടെ ഉപഗ്രഹ പരിപാടി പ്രാദേശിക തന്ത്രപരമായ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അതിൻ്റെ അളവിലും സങ്കീർണതയിലും മുന്നേറുകയാണെന്ന് മുന്നറിയിപ്പ് നൽകി. ബഹിരാകാശത്തെ ചൈനയുടെ താൽപ്പര്യങ്ങളെക്കുറിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഉദ്യോഗസ്ഥരും സമാനമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് ഇന്ത്യ എന്താണ് പഠിച്ചത്? ഈ വർഷം തുടക്കത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായപ്പോൾ ദേശീയ സുരക്ഷാ ആസ്തി എന്ന നിലയിൽ ഇസ്രോയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടപ്പെട്ടു. മെയ് മാസത്തിൽ പാകിസ്ഥാനുമായുള്ള സൈനിക സംഘർഷത്തിനിടെ ഭൗമ നിരീക്ഷണ ആശയവിനിമയ ഉപഗ്രഹങ്ങളുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ 400-ലധികം ശാസ്ത്രജ്ഞർ തുടർച്ചയായി പ്രവർത്തിച്ചതായി റിപ്പോർട്ടുണ്ട്. ഈ കാലയളവിൽ ISROയുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പങ്ക് പിന്നീട് ISRO മേധാവി
സ്ഥിരീകരിച്ചു. അതേസമയം ഉപഗ്രഹങ്ങൾ കൊണ്ട് പാകിസ്ഥാനെ സഹായിക്കാൻ ചൈന ശ്രമിച്ചതായി റിപ്പോർട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയ ഗവേഷണ സംഘം പറഞ്ഞു. ഇന്റലിജൻസ്, നിരീക്ഷണം, ആശയവിനിമയ പ്രവർത്തനങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുന്ന ആധുനിക സംഘർഷങ്ങളിൽ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ആസ്തികൾ എങ്ങനെ കൂടുതലായി സംയോജിക്കപ്പെടുന്നുവെന്ന് ഈ സംഭവ വികാസങ്ങൾ മനസ്സിലാക്കി തരുന്നു. നേരിട്ടുള്ള എതിരാളികളിൽ നിന്ന് മാത്രമല്ല, പ്രാദേശിക ശത്രുക്കളിൽ മൂന്നാം കക്ഷി ഇടപെടലുകളിൽ നിന്നും ഇന്ത്യ നേരിടുന്ന അപകട സാധ്യതയും ഇത് എടുത്തു കാണിച്ചു. ഇന്ത്യക്ക് നിലവിൽ തുടർച്ചയായി 24 മണിക്കൂറും ഭ്രമണപഥത്തിലെ ട്രാക്കിങ്ങിനുള്ള ശേഷിയില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. സ്വതന്ത്ര കൺസൾട്ടന്റായി പ്രവർത്തിക്കുന്ന മുൻ ISRO ഡയറക്ടർ സുധീർ കുമാരൻ അത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ഇതുവരെ നിലവിലില്ലെങ്കിലും നിരവധി സ്റ്റാർട്ടപ്പുകൾ ഇതിനകം തന്നെ അതിൻ്റെ പരിഹാരങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. ഈ ശ്രമങ്ങളുടെ വിജയം ഒടുവിൽ ഇന്ത്യയെ അതിൻ്റെ പരിക്രമണ പരിസ്ഥിതിയെക്കുറിച്ച് നിരന്തരമായ അവബോധം നിലനിർത്താൻ പ്രാപ്തമാക്കും. സംരക്ഷിത ഉപഗ്രഹ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പ്രാരംഭഘട്ടത്തിലാണെന്നും ബഹിരാകാശം കൂടുതൽ മത്സരാധിഷ്ഠിതമായ ഒരു മേഖലയാണെന്ന തിരിച്ചറിവാണ് സർക്കാരിൻ്റെ ഈ നിർദ്ദേശത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ലിഡാർ സാങ്കേതികവിദ്യയും ഭൂഗർഭ നിരീക്ഷണത്തിലുമുള്ള നിക്ഷേപങ്ങൾക്കൊപ്പം അന്തരീക്ഷ ഉപഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നത് ഇന്ത്യക്ക് തങ്ങളുടെ ഉപഗ്രഹാസ്തികളെ മികച്ച രീതിയിൽ സംരക്ഷിക്കാനും സഹായിക്കും.